പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഓറിയന്റേഷൻ ക്ലാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ മുഖ്യാതിഥിയായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി യുവജനങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ആർ IPS കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെയും അതിനുശേഷം പത്തനംതിട്ട ജില്ലയിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുഫാൻ എന്ന പേരിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഈ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ജില്ലയിൽ നടന്നിട്ടുള്ളതെന്നുള്ളത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് നമ്മളോട് ചേരുന്നുണ്ട്. നമസ്കാരം. നമ്മളെ തുഫാൻ പ്രോഗ്രാം ആയിട്ട് സർക്കാരുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 3 വീക്സ് ആയിട്ട് എൻഫോഴ്സ്മെന്റ് ജില്ലയിൽ സ്ട്രോങ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. 100-ലധികം കേസുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ഡ്രഗ് നെറ്റ്വർക്കിലുള്ള വലിയ മാഫിയയിലുള്ള ആൾക്കാരടക്കം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ അവയർനെസ് ആയിട്ട് ബന്ധപ്പെട്ട് ജില്ലയിലുള്ള 300 സ്കൂൾസ് കോളേജസ് ഒന്നിച്ച് അവിടെ ഉള്ള ഇൻചാർജ് ടീച്ചേഴ്സ് വാരിയേഴ്സ് ആയിട്ടോ അതല്ലാതെ ഒരു 100 പേര് തൂഫാൻ വാരിയേഴ്സ് ആയിട്ടോ ഒരു 400 പേർക്കുള്ള ഇവിടെ ഒരു സെമിനാർ അവയർനെസ് പ്രോഗ്രാം നമ്മൾ ജില്ലാതല പ്രോഗ്രാം ആയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ജില്ലാ കളക്ടർ മറ്റുമുള്ള DMO, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, CWC, NGOs എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA-മാരോ MP-മാരുടെ സപ്പോർട്ടും കൂടി ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇവർക്ക് നമുക്ക് എക്സ്പേർട്സുടെ സെഷൻ ഉണ്ടാകും. അപ്പോൾ ഇവരാണ് ഈ ഫർദറായിട്ട് ഇതിലുള്ള എല്ലാ സ്കൂൾസ് കോളേജസിൽ ഈ അവയർനെസ് പ്രോഗ്രാംസോ ഈ ഡ്രഗ്സിനെ കുറിച്ചുള്ള നെഗറ്റീവ് എഫക്ട്സ് കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രോഗ്രാംസ് ജില്ലാതലത്തിൽ വലിയതായിട്ട് ചെയ്യും അവർ. അതിന് മുന്നോടിയായിട്ട് ജൂൺ 26 ആന്റി ഡ്രഗ്സ് അവയർനെസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിലുള്ള 5 മണ്ഡലത്തിലും അതായത് ബഹുമാനപ്പെട്ട MLA-മാരുടെ ചുമതലയിൽ ഒരു വലിയ ആന്റി ഡ്രഗ്സ് പ്രോഗ്രാം നടത്താൻ കൂടിയുള്ള ഒരു മുന്നെടുപ്പ് സെഷൻ കൂടിയാണ് ഇത്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ എല്ലാവരുടെ സപ്പോർട്ടോട് നമ്മൾ ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് പോകാം. ഈ ലഹരി വിമുക്ത കേരളമായിട്ടോ ലഹരി വിമുക്ത പത്തനംതിട്ടയായിട്ട് ആക്കാനുള്ള ശ്രമമാണിത്. സംശയാസ്പദമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനുള്ള ഒരു ഭയമുണ്ട്. അപ്പോൾ അതിന്റെ സാറിന് എങ്ങനെയാണ് അതിന്റെ നിർദ്ദേശങ്ങൾ? ഇല്ല, ഇതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിന് ഓപ്പറേഷൻ തുഫാനായിട്ട് ഒരു നമ്പർ ഉണ്ട്. നമുക്ക് ആ നമ്പർ ഞാൻ പറഞ്ഞു കൊടുക്കാം. ആ നമ്പറിലോട്ട് നിങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്താൽ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതുകൊണ്ട് അനോണിമിറ്റി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആരോ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്പർ വാട്സാപ്പ് നമ്പറാണ് 99596666 99596666. ഈ വാട്സാപ്പ് നമ്പറിലോട്ട് സന്ദേശം കൊടുത്തെങ്കിൽ അവർക്ക് അനോണിമിറ്റി മെയിൻറ്റെയിൻ ആകും. അറ്റ് ദ സെയിം ടൈം ഈ ഇൻഫർമേഷന് നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഡാൻസ് ഓഫ് ടീമോ നമ്മുടെ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക ടീമോ അത് എൻഫോഴ്സ് ചെയ്ത് ഇവരെ പിടിക്കാനുള്ള നടപടി ഉണ്ടാകും. അതുകൊണ്ട് ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പബ്ലിക് ധൈര്യമായിട്ട് ഈ വാട്സാപ്പ് നമ്പറിലോട്ട് ഇൻഫർമേഷൻ കൊടുക്കാം. സോ നമ്മളിങ്ങനെ എല്ലാവരുടെ കോഓപ്പറേഷൻ വേണ്ടതാണ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് ഡ്രഗ്സ്. താങ്ക് യു. അങ്ങനെ ശക്തമായ പോരാട്ടം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നതാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.